ഭഗവാൻ ശ്രീകൃഷ്ണൻ ആലോചിച്ചു, തൻ്റെ ഈ അവതാരം ഉപസംഹരിക്കാറായോ എന്ന്. ആവണേ ഉള്ളൂ. എന്താ കാരണം എന്നല്ലേ, ഇപ്പോൾ താൻ അവതാരം ഉപസംഹരിച്ചു പോയാൽ തൻ്റെ ഈ പൗത്രാദികൾ തന്നെ ഭൂമിക്ക് വലിയ ഭാരമാവും. മാത്രമല്ല ഇവരൊക്കെ മാലോകരെ ഉപദ്രവിക്കുകയും ചെയ്യും. മാലോകർക്ക് ഇവരെ ഒട്ട് നശിപ്പിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ഇവരും കൂടി നശിച്ചു പോകട്ടെ എന്ന് ഭഗവാൻ സ്വയം അങ്ങോട്ട് സങ്കല്പിച്ചു. ഏറെ താമസം ഉണ്ടായില്ല, മഹർഷിമാർ ആ വഴിക്ക് വന്നു. ഈ യാദവന്മാർ അപ്പോഴേക്കും അഹങ്കാരികളാവ് കഴിഞ്ഞിരുന്നു. സാമ്പൻ എന്നു പേരായ ഒരു യാദവനെ ഗർഭിണിയുടെ വേഷം കെട്ടിച്ച് നിർത്തി. വയറുമ്മൽ കുറേ തുണിയൊക്കെ വെച്ച് കെട്ടി, അത് നല്ലൊരു സാരിയൊക്കെ പുതച്ച്, പൊട്ടൊക്കെ തൊട്ട്, കയ്യിലൊരു താമരപ്പൂവൊക്കെ പിടിച്ച് അങ്ങനെ സുന്ദരിയാക്കി നിർത്തി. എന്നിട്ട് മറ്റുള്ളവരൊക്കെ മഹർഷിമാരുടെ മുമ്പിൽ ചെന്ന് വലിയ കേമായിട്ട് വിനയം ഭാവിച്ചുകൊണ്ട് ഒരു ചോദ്യം: നിങ്ങളൊക്കെ ഭാവി മുൻകൂട്ടി പ്രവചിക്കാൻ കഴിവുള്ള മഹർഷി വര്യന്മാരാണല്ലോ, ഇവള് ഗർഭം ധരിച്ചിരിക്കുകയാണ്, എന്തു കുട്ടിയാണാവോ പ്രസവിക്കുക, അത് അവൾക്ക് നേരിട്ട് ചോദിക്കാൻ വല്ലാത്ത ലജ്ജ, അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. ഈ ചോദ്യമൊക്കെ കേട്ടപ്പോൾ തന്നെ മഹർഷിമാർക്ക് മനസ്സിലായി ഇത് പരിഹസിക്കലാണ് എന്ന്. എന്തു കുട്ടിയെ പ്രസവിക്കും എന്നാണല്ലോ ഇവിടുത്തെ ചോദ്യം. രണ്ട് വാക്കിൽ മഹർഷിമാർ ഉത്തരം പറഞ്ഞു: മുസലം കുലനാശനം, മുസലം ഉലയ്ക്ക, ഇതുകൊണ്ട് നിങ്ങളുടെ വംശം നശിക്കും എന്നും പറഞ്ഞു. മഹർഷിമാർ വന്ന വഴിക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തു. സാമ്പൻ ഈ സാരിയൊക്കെ അഴിച്ചു നോക്കി. അപ്പം ഈ തുണിക്കെട്ടിൻ്റെ ഉള്ളിൽ ഒരു മുഴം നീളത്തിലൊരു ഒലക്കയിരിക്കുന്നു, ഇരുമ്പൊലയ്ക്ക. അപ്പം ഇതുകൊണ്ട് വംശം നശിക്കുന്നല്ലേ മഹർഷിമാർ പറഞ്ഞത്. വേഗം ഉഗ്രസേന മഹാരാജാവിനടുക്കൽ ചെന്ന് ഈ വിവരം പറഞ്ഞു. അദ്ദേഹം അപ്പം പറഞ്ഞു, ഇതങ്ങനെ സംസാരമാക്കാൻ പോണ്ട, ഇത് ഇരുമ്പ് പണിക്കാരെ വിളിച്ചു വരുത്തി രാവി പൊടിച്ച് സമുദ്രത്തിൽ കൊണ്ടങ്ങോട്ട് ഇട്ടാൽ മതി. അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തതും. ഇരുമ്പ് പണിക്കാർ വന്നു, രാവി പൊടിച്ച് സമുദ്രത്തിൽ കൊണ്ടങ്ങോട്ട് ഇട്ടു. ഇത് സമുദ്രത്തിലങ്ങോട്ട് വീഴേണ്ട താമസം, വെള്ളം തിരയടിച്ച് കരയിലേക്ക് അങ്ങോട്ട് കയറി വന്നു. ഇരുമ്പ് പൊടി ഓരോന്നും തീരത്തിട്ടു, വെള്ളം ഇറങ്ങി അങ്ങോട്ട് പോവുകയും ചെയ്തു. സമുദ്രതീരത്ത് ഈ ഇരുമ്പ് പൊടിയെല്ലാം മുളച്ചു വന്നു. ഇരുമ്പ് പൊടിയും മറ്റൊക്കെ മുളച്ചു വരുമോ? അങ്ങനെ ചോദിക്കണ്ട, ഇരുമ്പ് പൊടിയല്ല, മഹർഷിമാരുടെ ശാപമാണ് മുളച്ചു പൊങ്ങിയത്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഓരോന്നും ഓരോ ഉലയ്ക്ക പോലെയായി, ഏരകപ്പുല്ലുകളായിട്ടാണ് വളർന്നു വന്നത്. ഇത് പറിച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ടാണ് യാദവന്മാർ നശിക്കാൻ പോണത്. ഇത്രയും വലിയ ഒരു ശാപം കിട്ടിയിട്ട് ഒരാളെങ്കിലും ഭഗവാന്റെ അടുക്ക ചെന്നിട്ട് ഇനി എന്തു വേണം, ഇങ്ങനൊരു അബദ്ധം പറ്റി ചോദിക്കേണ്ടായില്ല. ഉഗ്രസേന മഹാരാജാവ് നിസ്സാരമായ പ്രശ്നം വന്നാൽ പോലും കൃഷ്ണനോട് ചോദിച്ചിട്ടേ ഒരു തീരുമാനം എടുക്കാറുള്ളൂ. ഇപ്പം അദ്ദേഹത്തിനും തോന്നിയില്ല ഭഗവാനോട് ചോദിക്കണം എന്ന്. എന്തുകൊണ്ട് തോന്നിയില്ല? വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ് ചൊല്ല്. അതുകൊണ്ട് തന്നെയാണ് തോന്നാഞ്ഞത്. ഈ നശിക്കാൻ പോണ കാലത്ത് വേണ്ടത് തോന്നില്ല. ആരെങ്കിലും വേണ്ടത് ഉപദേശിച്ചാൽ ആ ആളെ കണ്ടുകൂടാതെ കണ്ടാവും. അങ്ങനെയാണ് സ്വഭാവം. വേണമെന്ന് വെച്ചാൽ ഈ യാദവന്മാരെ മുഴുവനും മഹർഷിമാരുടെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഭഗവാന് സാധിക്കുമായിരുന്നു. അങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് ഭഗവാനൊട്ട് വിചാരിച്ചുമില്ല. അങ്ങനെ ഭഗവാന്റെ പൗത്രന്മാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഭഗവാൻ വളർത്തിക്കൊണ്ടുവന്ന ദ്വാരകാ പട്ടണം ഒട്ടാകെ കുളം കോരി നശിച്ച് വെണ്ണീറാവും എന്നങ്ങ് തീർച്ചയായി. ഭഗവാന് ദുഃഖം ഉണ്ടായിരുന്നില്ലേ? ലവലേശം ദുഃഖം ഉണ്ടായിരുന്നില്ല. എന്നല്ല, കാലരൂപി അന്വമോദത, ഭഗവാൻ സന്തുഷ്ടനായിട്ട് ദ്വാരകയിൽ ഇരുന്നങ്ങോട്ട് ചിരിച്ചു. ഇത് സാധിക്കുമോ എന്നാണ് ഇവിടുത്തെ ചോദ്യം. തൻ്റെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ഒരാഴ്ചക്കകം തകർന്നു പോവും എന്ന് തീർച്ചയായാൽ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു. എന്തിനാണ് തൻ്റെ തന്നെ ഈ തറവാട് തകർന്നോട്ടെ എന്ന് ഭഗവാൻ സങ്കല്പിച്ചത്? ആവശ്യമുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏകാദശ സ്കന്ധം എന്നാണ് വർണ്ണിക്കാൻ പോണത്. എവിടെ മുതൽക്കാണ് ഏകാദശ സ്കന്ധം തുടങ്ങുക? എന്താണ് ഏകാദശ സ്കന്ധത്തിലെ വിഷയം? മുക്തിയാണ് വിഷയം. മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? മോചനം. എന്തിൽ നിന്ന് മോചനം? ബന്ധനത്തിൽ നിന്ന് മോചനം. എല്ലാവരും മോചനം വേണം എന്ന് പറയാറുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ബന്ധനമുണ്ടായത് അതാരും ആലോചിക്കാറുമില്ല. സത്യം പറയുകയാണെങ്കിൽ എന്നെ ബന്ധിച്ചിട്ടുള്ളത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. ഞാൻ 2 കയറുകൊണ്ടാണ് എന്നെ ബന്ധിച്ചിട്ടുള്ളത്. ഒന്നിൻ്റെ പേര് അഹന്ത, മറ്റതിൻ്റെ പേര് മമത.
ഞാനെന്നും എൻ്റേത് എന്നുള്ള ഭാവം. ഈ രണ്ട് കയറുകൊണ്ട് ഞാൻ എന്നെ ബന്ധിച്ചിരിക്കുകയാണ്. ഈ അഹന്ത മമത എന്നൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ജീവിതത്തിലെ ഉദാഹരണം ആലോചിച്ച് നോക്കൂ, അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ രഹസ്യം പിടികിട്ടുക. ഞാനെന്നും എൻ്റേത് എന്നും. എല്ലാവർക്കും സുഖം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ എന്തൊക്കെയാണ് ചെയ്യാറ്? താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വീട് കൊടുക്കാനുണ്ട്. അപ്പോൾ ലാഭത്തിന് വേണമെങ്കിൽ ഇപ്പം കിട്ടും ചെന്നാൽ. അപ്പോൾ തോന്നി ഈ കണ്ണി കണ്ടോരൊന്നും അവിടെ വന്ന് കയറണ്ട, എന്നാൽ ഞാനതങ്ങോട്ട് മേടിച്ചേക്കാം. അപ്പോൾ അത് മേടിച്ചു. അത് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങേ ഭാഗത്ത് വേറൊന്നും കൊടുക്കാനുണ്ടെന്ന്. അത് ഇതിനേക്കാളും ലാഭത്തിൽ കിട്ടും. അപ്പോൾ അതും മേടിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ തോന്നി അതിനപ്പുറത്ത് വേറൊന്നുണ്ട്, അതും ലാഭത്തിൽ കിട്ടും എന്ന്. ഇങ്ങനെ നോക്കണേ, ഇപ്പോൾ അവിടെ ഇവിടെ ഉള്ളത് ആ വീടെൻ്റെയാണ്, ഈ വീടെൻ്റെയാണ്, ഇതെല്ലാം എൻ്റെയാണ്. ഇപ്പോൾ ഇന്നലെ വരെ ആ വീട്ടിൽ ഒരു ഓട് ഇളകിപ്പോയി അല്ലെങ്കിൽ പട്ടിക വീണു പോയി എന്ന് വെച്ചാൽ എനിക്ക് യാതൊരു അലട്ടുമില്ല. ഇപ്പം അതങ്ങനെയല്ല. അതിൻ്റെ ഒരു ഓട് വീണാൽ ഞാൻ വേണം അതിൻ്റെ മുകളിൽ കയറ്റാൻ. അതിൻ്റെ പട്ടിക ഒക്കെ എപ്പോഴും നിൽക്കണില്ലേ, അത് അടച്ചു പൂട്ടിയിട്ടില്ലേ, അതും സഹിക്കാം. ഇതേവരെ ഒരു വീട്ടിലെ മാത്രം കറണ്ട് ചാർജ് അടച്ചാൽ മതിയായിരുന്നുള്ളൂ. ഇപ്പം അതുപോരാ. ഇക്കണ്ട വീട്ടിലെ മുഴുവൻ കറണ്ട് ചാർജ് അടയ്ക്കണം. ഇക്കണ്ട വീട് മുഴുവനും അടിച്ചു വാരണം. ഇവിടുത്തെ ഒക്കെ ഫോൺ ചാർജ് അടയ്ക്കാൻ ഞാൻ ക്യൂവിൽ ചെന്ന് നിൽക്കണം. സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ എൻ്റെ ആക്കിയത്. എന്നിട്ടോ എൻ്റെ ആയിരിക്കുമ്പോൾ വല്ലാത്ത ക്ലേശമാണ് താനും. ഹൗ, വലിയ പ്രാരബ്ധമായി അതോടുകൂടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരുത്തർ വന്ന് ചോദിച്ചു, ആ വീട് ഇങ്ങോട്ട് തരുമോ, ഈ വീട് ഇങ്ങോട്ട് തരുമോ എന്ന് ചോദിച്ചു. ആ വീടുകളൊക്കെ ഓരോരുത്തരൊക്കെ അങ്ങോട്ട് കൊടുത്തു. പഴയ പോലെയായി. ഹാവു, സമാധാനമായി. ഇപ്പോൾ ഈ അതിൻ്റെയും ഇതിൻ്റെയും ഒന്നും കറണ്ട് കാശ് അടയ്ക്കാൻ പോകണ്ട. അപ്പം നോക്കണേ, എൻ്റെ ആയിരിക്കുമ്പോൾ അതൊക്കെ സുരക്ഷിതമായിരിക്കണം. എൻ്റെ അല്ലാതെ കണ്ടായി കഴിഞ്ഞു. പിന്നെ പ്രശ്നമൊന്നും തീർന്നു. ഒരു 10,000 രൂപ കൊടുത്ത് ഒരാൾ ഒരു പശുവിനെ മേടിച്ചു. മേടിച്ച ദിവസം അയാളുടെ വീട്ടിൽ വന്നു. പശു അങ്ങനെ ചത്തുപോയി സ്ഥലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു ദുഃഖവും. 4 ദിവസം മുമ്പാണ് ആ പശു ചത്തുപോയതെന്ന് വെച്ചാൽ അയാൾക്ക് യാതൊരു ദുഃഖവുമില്ല. കാരണം അയാളെ അവ് കഴിഞ്ഞിട്ടില്ല. 4 ദിവസം അയാൾ വീട്ടിൽ നിർത്തി. 4 ദിവസം കഴിഞ്ഞപ്പോൾ അയൽവക്കത്തു നിന്ന് വേറൊരാൾ വന്നു. എന്നിട്ട് 15,000 രൂപ കൊടുത്തു. പശുവിനെ കൊണ്ട് അയാൾ പോയി. അയാളുടെ വീട്ടിൽ ചെന്നു. അന്ന് രാത്രിയാണ് പശു ചത്തതെന്ന് വെച്ചാലോ, ഹാവു, ഇയാൾക്ക് പരമസമാധാനമായി. ഹായ്, എൻ്റെ ആയിരിക്കുമ്പോൾ ചത്തില്ലല്ലോ എന്നാണ്. ഇതിൻ്റെ പേരാണ് മമത എന്ന്. എൻ്റെ. അപ്പോൾ ഈ മമത എന്തിനോടൊക്കെ ഉണ്ടാവാം? പശുവിൻ്റെ ഉദാഹരണം പറഞ്ഞു, വീടിൻ്റെ ഉദാഹരണം പറഞ്ഞു. ഈ മമത എല്ലാവർക്കും ഉണ്ട് കേട്ടോ. വലിയ ആളുകൾക്കും ഉണ്ട്, കുട്ടികൾക്കും ഉണ്ട്. ഈ കുട്ടികൾക്ക് മറ്റുള്ളവരുടെ പുസ്തകത്തിൽ ഇങ്ങനെ പേനയെടുത്ത് ഇങ്ങനെ വരയ്ക്കുക രസമുള്ള കാര്യമാണ്. പക്ഷേ അവരുടെ 1-ാം പാഠത്തിൽ വേറെ ആരെങ്കിലും വരച്ചു നോക്കിയാൽ അപ്പോൾ അവർ കരയും. എന്താ കാരണം? ഈ പുസ്തകം എൻ്റെയാണെന്നുള്ളതാണ് കുട്ടിയുടെ മമത. അമ്മമാർ കുട്ടികളെ നല്ല വേഷം കെട്ടിച്ച് വാഹനത്തിൽ കയറ്റി പറഞ്ഞയക്കാറുണ്ടല്ലോ സ്കൂളിലേക്ക്. 8 മണിയാവുമ്പോഴേക്കും വാഹനത്തിൽ കയറ്റി പറഞ്ഞയച്ചു. 3 മണിയാവുമ്പോഴേക്കും കുട്ടികൾ വരും. അത് 3 മണിയാവുമ്പോഴേക്കും വരണ്ടോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. 3:15 പരിഭ്രമായി, കാണാനില്ല. അതിനിടയ്ക്ക് ഇന്ന് അവനവൻ്റെ കുട്ടി പോയിട്ടില്ല എന്ന് നോക്കിയാൽ ഒരു പരിഭ്രമമില്ല. വാഹനം വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അത് ഇടിച്ച് വീണു എന്ന് കേട്ടാലും ഇല്ല പരിഭ്രമം. കാരണം എൻ്റെ കുട്ടി പോയിട്ടില്ലല്ലോ, പിന്നെന്താ, ഇത് തന്നെ. അങ്ങനെ കുട്ടികളുടെ നേർക്ക്, കുടുംബത്തിൻ്റെ നേർക്ക്, ഓരോന്നിൻ്റെ നേർക്ക് ഈ മമത ഉണ്ടാവാം. ഇതുള്ളിടത്തോളം കാലം ഒരാൾക്ക് മോചനം എന്നതുണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് എന്ത് വേണം? അതോ ഇതിനെയൊക്കെ സ്നേഹിച്ചാൽ സംശയിക്കേണ്ട, ദുഃഖിക്കേണ്ടതായിട്ട് വരും. കാരണം ഇതെല്ലാം നശിക്കുന്നതാണ്. ഇത് ശാശ്വതമാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് ലവലേശം പോലും സംശയിക്കേണ്ടതില്ല. ഇപ്പോൾ ഏത് നശിച്ച കഥയാണ് പറഞ്ഞത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തറവാട് നശിച്ചു എന്നാണല്ലോ പറഞ്ഞത്. ശ്രീകൃഷ്ണൻ്റെ തറവാട് നശിച്ചു പോണതാണെങ്കിൽ പിന്നെ എൻ്റെ തറവാട് ശാശ്വതമായിട്ട് നിലനിൽക്കുമോ? ഇല്ലാന്ന് തീർച്ച. എൻ്റേതായിട്ട് വല്ലതും നിലനിൽക്കുമോ? ഇല്ല. ഞാൻ നിലനിൽക്കുമോ? അതുമില്ല. ഇതൊന്നും ശാശ്വതമല്ല. അപ്പോൾ ഈ നശിച്ചു പോകുന്നതിനെ സ്നേഹിച്ചാൽ ദുഃഖിക്കേണ്ടി വരും എന്ന കാര്യം തീർച്ചയാണ്. ഉണ്ടായതാണോ? നശിക്കും, ഉറപ്പാണ്. അങ്ങനെയാണ്. ഇത്രയും തീർച്ചയായാൽ അതിനപ്പുറം ഒരു കാര്യം കൂടി ആലോചിക്കാൻ തോന്നും ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ. ഉണ്ടായതെല്ലാം നശിക്കുമെങ്കിൽ നശിക്കാത്തത് വല്ലതുണ്ടോ? ഉണ്ട്. ഉള്ളത് നശിക്കില്ല. ഉള്ളത് നശിക്കില്ല, ഉണ്ടായത് നശിക്കും. അപ്പം എന്താ വ്യത്യാസം ഈ ഉള്ളതും ഉണ്ടായതും തമ്മിൽ?
ഇല്ലാത്തതാണ് ഉണ്ടാവുക. ഇല്ലാത്തത് ഉണ്ടാവുന്നു, ആ ഉണ്ടായതിന് ചില മാറ്റങ്ങൾ വരണു, അത് ക്രമേണ ക്ഷയിക്കണു, നശിച്ചു പോണു. ഉള്ളത് പിന്നെ വീണ്ടും ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? ഉള്ളത് പിന്നെ വീണ്ടും ഉണ്ടാവലില്ല. ഉള്ളത് പണ്ടും ഉള്ളതായിരുന്നു, ഇപ്പോഴും ഉള്ളതായി നിലനിൽക്കുന്നു, നാളെയും അതുള്ളതായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഉണ്ടായത് പരിണമിക്കും, ക്ഷയമുണ്ടാവും, അത് നശിക്കും. ഉള്ളത് പണ്ടുള്ളതായിരുന്നു, ഇപ്പോഴും ഉള്ളതാണ്, നാളെയും അതുള്ളതായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉണ്ടായതിനെ സ്നേഹിക്കുന്നതിന് പകരം ഉള്ളതിനെ സ്നേഹിക്കുക. ആ ഉള്ളത് ഏതാ? ഈശ്വരൻ. അതുകൊണ്ട് ഇക്കണ്ടതിനെയൊക്കെ സ്നേഹിച്ചാൽ ദുഃഖിക്കേണ്ടതായിട്ട് വരും എന്ന് തീർച്ചയാണ്. നശിക്കേണ്ടതാണ് എന്ന ബോധമില്ല, അതുകൊണ്ടാണ് ഇതിനെയൊക്കെ സ്നേഹിക്കണതേ. നശിച്ചു പോകുമെന്ന് തീർച്ചയായാൽ അതിനോട് വലിയ സ്നേഹമൊന്നും ഉണ്ടാവില്ല. 95 വയസ്സായ അമ്മ ഇങ്ങനെ മരിക്കാൻ കിടക്കുക, ശ്വാസം വലിച്ച് ഇങ്ങനെ കിടക്കണു, അതിനിടയ്ക്ക് മരിച്ചു എന്ന് വെച്ചാൽ ആരും ദുഃഖിക്കാറൊന്നുമില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും, തീർച്ചയായും കഴിഞ്ഞു. നേരെ മറിച്ചാണ്, 25 വയസ്സായ മകൻ മരിച്ചാൽ അമ്മ ദുഃഖിക്കും. കാരണം എന്താ? ഈ മകൻ ശാശ്വതമാണെന്നൊരു ധാരണയുണ്ട് ആ അമ്മയ്ക്ക്. അതെന്താ കാരണം? അപ്പം എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇനി മോചനത്തിൻ്റെ മാർഗമാണ് പറയാൻ പോണത്. മോചനം സാധിക്കണമെങ്കിൽ എന്ത് വേണം? നശിച്ചു പോകുന്ന സാധനങ്ങളെ സ്നേഹിക്കുന്നതിന് പകരം നാശമില്ലാത്തതിനെ സ്നേഹിക്കാറാവണം. നാശമില്ലാത്തത് ഈശ്വരൻ. ഇപ്പോൾ ദൃശ്യമായി എന്തെല്ലാം ഉണ്ടോ ഈ ലോകത്തിൽ അതൊക്കെ നാളെ നശിക്കുന്നതാണ്. അതുകൊണ്ട് ഈശ്വരനെ സ്നേഹിക്കുക, മറ്റുള്ളതിനെ സ്നേഹിക്കാതെ കണ്ട് അങ്ങോട്ട് വെറുതെ വിടുക. എന്നാലേ ഒരാൾക്ക് മോചനമുണ്ടാവുള്ളൂ. ഇത് മാലോകർക്ക് ബോധ്യമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ തൻ്റെ തന്നെ കുടുംബം നശിച്ചോട്ടെ എന്നങ്ങ് സങ്കല്പിച്ചത്. അങ്ങനെ ഇപ്പോൾ ദ്വാരക തകർന്നു പോവും എന്ന് തീർച്ചയാവുക കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നാരദ മഹർഷി ദ്വാരകയിൽ വന്നു. വസുദേവൻ വീണ് നമസ്കരിച്ചുകൊണ്ട് എനിക്ക് വേണ്ടത് പറഞ്ഞു തരൂ എന്ന് ആവശ്യപ്പെടുകയാണ്. നാരദ മഹർഷിയുടെ ഭാഗവത ധർമ്മോപദേശമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട്.